നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നൊരു ഫാമിലി അടിച്ച് തകർത്ത ഒരാളെ നമ്മൾ പിന്നെയും കുണുകുണ അവർക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുവോ? അത് ഞാൻ സമർത്ഥിക്കുന്നു. പക്ഷേ ഒരു തവണ പോലും ലൈഫിൽ ഇന്ന് വരെ വീണ നായർ മെസ്സേജ് അയക്കുമല്ലോ മെസ്സഞ്ചറിലൊക്കെ ഗുണഗുണാന്ന് മെസ്സേജ് അയക്കാം. അങ്ങനെ രേണു സുധിക്കെതിരെ വീണ സുധി രംഗത്ത് വന്നിരിക്കുകയാണ്. വീണ സുധി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതായത് വീണ എസ് പിള്ളെ. വീണ സുധി ആയിരുന്നു കുറച്ച് നാളുകൾക്ക് മുന്നേ, അതായത് സുധിയെ കല്യാണം കഴിച്ച സമയത്ത്. എന്തായാലും രണ്ടുപേരും ഡിവോഴ്സ് ആയതിനു ശേഷം വീണ എസ് പിള്ളെ എന്നാണ് വീണയുടെ പേര്. എന്തായാലും വീണ ഇൻസ്റ്റഗ്രാമിൽ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ രേണുവിനെതിരെയാണ് ലൈവ് ഇട്ടത്. 2 ദിവസത്തിന് മുന്നേ രേണുവിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിനകത്ത് വീണയെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പുള്ളിക്കാരത്തി പറയുന്നുണ്ട്. ഇത്രയും നാൾ രേണു പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ എന്ന് പറയുന്ന ഒരു വ്യക്തി ആരാന്ന് പോലും എനിക്ക് അറിയത്തില്ല, ആ വ്യക്തിയോട് ഞാൻ ജീവിതത്തിൽ സംസാരിച്ചിട്ടേ ഇല്ല എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി രേണുവിൻ്റെ അടുത്ത് വീണയെ പറ്റി യാതൊരു വകയും പറഞ്ഞിട്ടുമില്ലെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടതാണല്ലോ. എന്തായാലും രേണുവിൻ്റെ ഇൻ്റർവ്യൂവിനകത്ത് രേണു നേരെ തിരിച്ച് പ്ലേറ്റ് മാറ്റിയിട്ടുണ്ട്. എപ്പോഴും പോലെ തന്നെ രേണു ഇൻ്റർവ്യൂവിനകത്ത് പറയുന്ന കാര്യങ്ങൾ മാറ്റി പറയാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയല്ല. സോ അതുകൊണ്ട് ഇതൊന്നും വലിയ അതിശയമൊന്നുമല്ല. എന്തായാലും ആദ്യം നമുക്ക് വീണയുടെ വീഡിയോ ഒന്ന് കാണാം. ഇൻസ്റ്റാഗ്രാമിൽ ലൈവാണ്. എന്താണ് വീണയ്ക്ക് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. ഇത്രയും ഒരു ആർട്ടിസ്റ്റ് ലെവലിൽ വന്ന ഒരാളല്ല. അപ്പോൾ എന്നെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. രേഷ്മ തങ്കച്ചൻ അല്ലെങ്കിൽ രേണു സുധി ഇത് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിങ്ങനെ ലൈവ് വന്നത്. കുറേ മീഡിയക്കാരെന്നെ കോണ്ടാക്ട് ചെയ്തു, കുറേ ആൾക്കാരെന്നെ കോണ്ടാക്ട് ചെയ്തു. ഞാൻ വീട്ടിലായതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. വീട്ടിൽ അമ്മയും മോനും ഒക്കെ ആയിട്ടുള്ള ഒരു സംസാരവും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഞാനൊന്നും വിശദീകരിക്കുന്നില്ല. നിങ്ങളാരും പൊട്ടന്മാരല്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാനാണ് വീണ എസ് പിള്ള. ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. 1-2 ആഴ്ചയ്ക്ക് മുന്നേ വീണ ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ രേണുവിനെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തിൻ്റെ പേരിലായിരുന്നു കംപ്ലൈൻറ്റ് കൊടുത്തത്? സോഷ്യൽ മീഡിയ വഴി അപകീർത്തിപ്പെടുത്തുന്നു എന്ന തരത്തിലൊക്കെയുള്ള രീതിയിലായിരുന്നു വീണ കൊണ്ടുവന്ന് കംപ്ലൈൻറ്റ് കൊടുത്തത്. ആ കംപ്ലൈൻറ്റ് പ്രകാരം പോലീസുകാർ രേണുവിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, അതായത് പോലീസ് സ്റ്റേഷനിൽ ചെല്ലാനായിട്ട്. പക്ഷേ രേണു ഇതുവരെ പോയിട്ടില്ല. ഇവിടെ ശരിക്കും വീണ ഈ ലൈവ് ഇട്ടതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ആ ഇൻ്റർവ്യൂവിനകത്ത് ഈ പുള്ളിക്കാരത്തി വന്നിരുന്ന് കുറച്ച് കാര്യം പറയുന്നുണ്ട്. അതായത് എനിക്ക് ഫേസ്ബുക്കിൽ ഇങ്ങോട്ടാണ് വീണ മെസ്സേജ് അയച്ചിട്ടുള്ളത്, ഞാൻ അങ്ങോട്ടൊന്നും പോയി മെസ്സേജ് അയച്ചിട്ടില്ല. എനിക്ക് 1-2 വട്ടം മെസ്സേജ് അയക്കുന്ന സമയത്ത് അപ്പം തന്നെ സുധിച്ചേട്ടൻ എന്നോട് പറഞ്ഞു, നീ ഇവരോടൊന്നും സംസാരിക്കാനും എടുക്കാനും ഒന്നും നിൽക്കരുത് എന്ന് പറഞ്ഞു. അന്നേരം തന്നെ ഞാൻ അവരെ ബ്ലോക്ക് ചെയ്ത് എന്ന തരത്തിലൊക്കെ രേണു വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ രേണു വീണയെ പറ്റി ആ ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞത് മൊത്തം പച്ചക്കള്ളമാണെന്നാണ് വീണ വന്നിരുന്ന് പറയണത്. ഏകദേശം 32 മിനിറ്റ് വീഡിയോ ആണിത്. ഈ വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ ഈ വീണയുടെ സൈഡ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് കാര്യം പറയുന്നുണ്ട്, കിച്ചുവിനെ പറ്റിയിട്ടും സുധിയെ പറ്റിയിട്ടും ഒക്കെ പറയുന്നുണ്ട്. അല്ല ബാക്കിയോടെ കേൾക്കാം. എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക. ഞാനൊരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് കാവനാട് പോലീസ് സ്റ്റേഷനിൽ. അപ്പോൾ പുള്ളിക്കാരത്തെ വിളിച്ചിട്ടുണ്ടെന്ന് സാർ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അതെന്തായെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, അറിയാത്തവർക്കായിട്ടാണ്. പിന്നെ എന്നെ കുറേ ആൾക്കാർ ഭയങ്കര മോശമായിട്ട് കമൻസുകളൊക്കെ വരുന്നുണ്ട്. നീ ആരാടി, മറ്റേ മോളെ മറിച്ച മോളെ, പിന്നെ നിനക്ക് വെളിയിലേക്ക് വരാൻ പറ്റാത്തത് എന്താണ്, നീ എന്തുകൊണ്ട് വെളിയിലേക്ക് വരുന്നില്ല? ഞാൻ അതിനൊരു മറുപടി, ഈ പറഞ്ഞ, അതായത് പെണ്ണുങ്ങളും ആണുങ്ങളും ഉണ്ടേ, ഈ പറഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ലൈവ് ഇടുന്നത്. ഞാൻ എൻ്റെ ഫാമിലിയോ എൻ്റെ മകനെയോ എൻ്റെ കഴിഞ്ഞ കാലത്തിനെയോ അല്ലെങ്കിൽ എക്സ് ഹസ്ബൻഡിനെ കുറിച്ചിട്ടോ എനിക്ക് അവരെ വിറ്റ് കാശ് മേടിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. അതെന്തായാലും വളരെ നല്ലൊരു കാര്യമാണ്. കാര്യം ഇപ്പം രേണു ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി കണ്ടില്ലേ, എത്രത്തോളം സെല്ല് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം സെല്ല് ചെയ്ത് മാക്സിമം റീച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാര്യം തന്നെയാണ് നമ്മൾ കുറേ നാളായിട്ട് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണയ്ക്ക് ഈ പറയുന്ന രേണുമായിട്ട് എന്തെങ്കിലും പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിയമപരമായിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ നിന്ന് കഴിഞ്ഞാൽ അതിന് മാത്രമേ സമയം കാണത്തുള്ളൂ. എന്തായാലും കുറേ ആൾക്കാരുടെ ഒരു സംശയമായിരുന്നു, വീണ ഒളിച്ചും പാത്തും മാത്രം നിന്ന് സംസാരിക്കുന്നു, വെളിയിൽ വരുന്നില്ല, വെളിയിൽ വന്നിട്ട് പ്രതികരിക്കുന്നില്ല, അപ്പം നീ എങ്ങനെ ജെന്യുവൻ ആണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും? എന്തായാലും ആ ഒരു കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ഡയറക്റ്റായിട്ട് വന്നിട്ടാണ് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. അവരുടെ ഫെയിമിൽ എനിക്ക് വളരാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. സഹോദരങ്ങളോടായിട്ട് പറയുവാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാൻ ആരാണ് എന്താണ് എന്നൊക്കെ. ഇതൊരു വിവാദമാക്കാനോ അല്ലെങ്കിൽ ഇതൊരു പ്രശ്നത്തിലേക്ക് പോകാനോ ഒന്നുമല്ല. ഈ രേണു സുധിക്ക് എന്നെ നന്നായിട്ടറിയാം. ഞാനോട്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ രേണു സുധിക്കറിയാം. രേണു സുധി അവിടെ കിടന്ന് ബബ്ബ അടിക്കുന്നത് ഞാൻ കണ്ടു മെനഞ്ഞാന്നത്തെ ഇൻ്റർവ്യൂവിൽ. വീണ അറിയോ? അറിയില്ല. പക്ഷെ അവൾ എന്നെ കണ്ടിട്ടില്ല. സത്യം തന്നെയാണ്, എന്നെ നേരിട്ട് കണ്ടിട്ടില്ല.
ഞാൻ നിങ്ങളോടൊക്കെ ഒരു കാര്യം ചോദിക്കട്ടെ. ഒരു ഐഡിയിൽ നിന്നൊരു മെസ്സേജ് ചെല്ലുമ്പോൾ, മീൻസ് ഞാനൊരു മെസ്സേജ് ഇതിനകത്തുള്ള എൻ്റെ ഒരു കൂട്ടുകാർക്ക് ഞാൻ അയക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ അവരെ നോക്കുന്നത് അവരുടെ പ്രൊഫൈലാണ് നോക്കുന്നത്. തീർച്ചയായിട്ടും അൺനോണായിട്ട് ഒരാൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഓപ്പൺ ആക്കി നോക്കുന്ന അവരുടെ പ്രൊഫൈലാണ്. പക്ഷേ അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇവിടെ രേണു എന്ന് പറയുന്ന ഒരു വ്യക്തി എന്തിനാണ് വന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ കള്ളം പറഞ്ഞത്? ഇവരെ അറിയത്തില്ല എന്ന്. കാര്യം ഇവരുടെ ഒരു വോയിസ് ആയിരുന്നു ആദ്യമേ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ആ വോയിസിനെ പറ്റി രേണുവിനോട് ചോദിക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് പുള്ളിക്കാരത്ത് നിഷേധിക്കുമായിരുന്നു. ഇതാരാന്ന് പോലും എനിക്കറിയത്തില്ല, സുധിച്ചേട്ടൻ എൻ്റെ ഓർമ്മയിൽ പോലും ഇങ്ങനെ ഒരാളെ പറ്റി പറഞ്ഞിട്ടില്ല എന്ന്. എന്നാൽ ഇതേ വ്യക്തി തന്നെ ഇപ്പോൾ കൊടുത്ത ഇൻ്റർവ്യൂവിനകത്ത് വളരെ വിശദമായിട്ട് വീണയെ പറ്റി പറയുന്നുണ്ട്. അതാ പറഞ്ഞത്, ഈ പുള്ളിക്കാരത്തേക്ക് തന്നെ ഒരു സ്റ്റാൻഡില്ല, എവിടെ ഉറച്ചു നിൽക്കത്തില്ല. പച്ച കള്ളമാണ് പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. ആ പ്രൊഫൈൽ നോക്കുമ്പോൾ എൻ്റെ ഫോട്ടോസ് എന്തായാലും കാണും. അവൾ പറഞ്ഞു എന്നെ ഇതുവരെ കണ്ടിട്ടില്ല, എൻ്റെ ഫ്രണ്ട് അല്ല എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ഫ്രണ്ടല്ല, ഞാനായിട്ട് തന്നെ അവളുടെ അക്കൗണ്ടിൽ കയറിയിട്ട് ഞാൻ തന്നെയാണ് മെസ്സേജ് അയക്കുന്നത്. അതൊക്കെ ഞാൻ സമ്മതിച്ചു. ഞാൻ ഈ കാര്യങ്ങൾ പറയാനല്ലാതെ രേണു സുധിക്ക് ഒരു മെസ്സേജ് പോലും ഞാൻ അയച്ചിട്ടില്ല. അവൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുണുക്കുണാന്ന് അവൾക്ക് മെസ്സേജ് അയക്കുന്നു എന്നാണ് അവൾ പറഞ്ഞത്. ഞാൻ ഒരു മെസ്സേജ് വെച്ചിട്ടില്ല, പിന്നെ അവളുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചാൽ നോക്ക്. നന്നായിട്ട് പൊയ്ക്കൊണ്ടിരുന്നൊരു ഫാമിലി അടിച്ച് തകർത്ത ഒരാളെ നമ്മൾ പിന്നെയും കുണുക്കുണ അവർക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമോ? നന്നായിട്ട് പൊക്കോണ്ടിരുന്ന ഒരു ഫാമിലി അടിച്ചു തകർത്തൊരു വ്യക്തിയാണ് ഈ പറയുന്ന രേണു. അങ്ങനെ ഇരിക്കുന്ന ഒരാൾക്ക് എന്തിനാണ് ഞാൻ സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കുന്നതെന്നാണ് ഇവിടെ വീണ ചോദിക്കുന്നത്. രേണു പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അതായത് കുണുകുണാന്നും പറഞ്ഞ് എനിക്ക് ഇങ്ങനെ മെസ്സഞ്ചറിൽ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു എന്ന്. അതിലൊന്നും പറയാനില്ല. എന്തായാലും രേണു സുധിയെ ചുറ്റിപ്പറ്റിയിട്ടുള്ള വിവാദങ്ങൾ അത് ഇവിടെ അങ്ങും കൊണ്ട് അവസാനിക്കാൻ പോകുന്നില്ല. എന്തായാലും ബിഗ് ബോസിലൂടെ കയറി കഴിഞ്ഞാൽ ഈ വിഷയം ഇവിടെ അങ്ങും നിൽക്കത്തില്ല, നല്ല രീതിയിൽ കത്തും. ഇപ്പം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, രേണു സുധി എന്ന് പറയുന്ന ഒരു വിഷയം എന്തുമാത്രം റീച്ച് ഉണ്ട് എന്ന്. ഇപ്പം ബിഗ് ബോസിലൊക്കെ ചെന്നിട്ട് എന്തെങ്കിലും വിവാദമായി കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇപ്പം ബിഗ് ബോസിനകത്ത് പോവാതെ തന്നെ പല ആൾക്കാരും പോയി ചൈൽഡ് ലൈനിലൊക്കെ കേസ് കൊടുക്കുന്നുണ്ട്. ഇനി അകത്തൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് എവിടെല്ലാം എന്തെല്ലാം കേസ് കൊടുക്കുമെന്ന് കണ്ടറിയാം. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക്. അവരെപ്പോഴും നമ്മുടെ ശത്രു തന്നെയായിരിക്കും. പിന്നെ എനിക്കതുകൊണ്ട് പോയത് കൊണ്ട് എനിക്ക് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല. കാരണം ആ ലൈഫ് പോയതുകൊണ്ട് ഞാനിപ്പോൾ നന്നായിട്ട് ജീവിക്കുന്നുണ്ട്. നന്നായിട്ട് എൻ്റെ കരിയർ വരെ ഫ്ലോപ്പായി പോയി, അതൊക്കെ എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റി. എനിക്ക് അതിലൊന്നും ഒരു സങ്കടമില്ല. സുധി 2 വർഷമായി മരിച്ചു പോയിട്ട്. പക്ഷേ സുധി ഞാൻ എന്നോ കൊല്ലം കോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ സുധി മരിച്ചു പോയി. അപ്പോൾ പിന്നെ എനിക്ക് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. പിന്നെ ഇനി അടുത്തൊരു സംശയം, സുധി ജീവിച്ചിരുന്നപ്പോൾ എവിടെയും പറഞ്ഞിട്ടില്ല എന്നുള്ള, അത് അയാളുടെ മാന്യത, മനസ്സിലായോ? കാരണം ഞങ്ങൾക്കിടയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. ഇത് നമ്മൾ ആരോടും ഓക്കെ. അപ്പോൾ ഇതായിരുന്നു വീണയുടെ ലൈവ്. നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഏകദേശം 32 മിനിറ്റ് ഉണ്ട്. അത്രയും മിനിറ്റൊക്കെ ഇരുന്ന് കാണുകയെന്ന് പറയുന്നത് തന്നെ വലിയ ചടങ്ങാണ്. ഒരുപാട് കാര്യങ്ങൾ പക്ഷേ പുള്ളിക്കാരത്തി പറയുന്നുണ്ട്. അതിൻ്റെ കുറച്ച് പോർഷൻസ് മാത്രമേ ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളൂ. ഇനിയാണ് നമ്മുടെ കഥാനായികയുടെ ഇൻ്റർവ്യൂ. ഇത് 2 ദിവസത്തിന് മുന്നേ മൈ മീഡിയ ഒറിജിനൽസ് എന്ന് പറയുന്ന ചാനലിൽ വന്ന ഇൻ്റർവ്യൂ ആണ്. ഇതിനകത്ത് പ്രധാനമായിട്ട് ചോദിക്കുന്നത് വീണയെ പറ്റിയിട്ട് മാത്രമാണ്. നിങ്ങൾ എത്ര പേര് ഇത് കണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് കണ്ടുപോക്കാം. അത് ഞാൻ സമർത്ഥിക്കുന്നു. പക്ഷേ ഒരു തവണ പോലും ലൈഫിൽ ഇന്ന് വരെ വീണ നായർ മെസ്സേജ് അയക്കുമല്ലോ മെസ്സഞ്ചറിലൊക്കെ കുണുകുണാന്ന് മെസ്സേജ് അയക്കും. എനിക്ക് ഓർമ്മയില്ല. വർഷങ്ങൾക്ക് എത്രയോ പേര് ഇന്ന് വരെ മെസ്സേജ് അയച്ചിട്ടില്ല. എനിക്കറിയില്ല ഷെബിനെ സുധിച്ചേട്ടനുള്ളപ്പോ. ഇവർക്ക് ഇത് ആദ്യമേ അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു. പിന്നെ എന്തിനാ ഇവർ വന്നിരുന്ന് ഈ കള്ളത്തരം കാണിച്ചത്? ഇത്രയും വിവാദമായ ഒരു സമയത്ത്, അതായത് മറ്റേ ശരണ്യയുടെ ചാനലിനകത്ത് റീൽ ആൻഡ് റീൽസ് എന്ന് പറയുന്ന ചാനലിനകത്ത് ഈ ഒരു വോയിസ് പുറത്ത് വന്ന സമയത്ത് എല്ലാവരും എടുത്ത് ചോദിച്ചതാണ്. അപ്പോൾ ഇവരെന്തോ പറഞ്ഞു എനിക്കറിയത്തില്ല, എനിക്കതൊന്നും ആരാന്ന് പോലും അറിയത്തില്ല, എൻ്റെ സൂചിച്ചേട്ടൻ ആകെപ്പാടെ 2 കല്യാണമേ കഴിച്ചിട്ടുള്ളൂ എന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ഒരു വിഷയം എവിടെ എത്തി നിൽക്കുന്നു? അവരിപ്പോൾ എന്താണ് ലൈവ് വീഡിയോ ആയിട്ട് വന്നു. രേണു ഇൻ്റർവ്യൂവിനകത്ത് അറിയാമെന്നും പറഞ്ഞ് വിളിച്ച് പറയുന്നു. ഇവർ ശരിക്കും വന്ന് എന്തെങ്കിലും സത്യം പറഞ്ഞാൽ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലോട്ട് പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇവര് മെസ്സഞ്ചറിൽ ചുമ്മാ മെസ്സേജ് അയച്ചപ്പോൾ സൂചിച്ചേട്ടൻ എന്നോട് പറഞ്ഞു വാവുട്ടെ അത് നിർത്തിക്കോണം. എന്തിനാ വാവുട്ടെ നിർത്തിക്കോണം? അന്ന് ഞാൻ ബ്ലോക്ക് ചെയ്ത, അന്ന് തന്നെ ഞാൻ ബ്ലോക്ക് ചെയ്താ. എന്തുവാ ഹായ് കാലോ ആരാ എന്താന്ന് അന്നേരം ബ്ലോക്ക് ചെയ്ത. പിന്നെ ഞാൻ എന്തിനാണ് മെസ്സേജ് അയക്കുന്നത്? എനിക്ക് എന്ത് പർപ്പസിനാണ് അവരോട് മെസ്സേജ്? ഞാൻ അവരോട് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ എന്തിനാണ് അവരുടെ പുറകെ നടക്കുക? എനിക്ക് എന്റെ ആവശ്യമില്ല ഷെബിനെ. ഈ ഇടയെന്നല്ല, എനിക്കറിയില്ല. പഴയ കാര്യങ്ങളായിരിക്കും പറയുന്നത്. വീണാസ് നായർ എന്ന് പറയുന്ന ചേച്ചി എന്നെ വിളിച്ചപ്പോഴും ഞാൻ സ്വാഭാവികമായിട്ടും പറഞ്ഞത് പറയാം അതാ ഞാൻ പറയുന്നത്.
മീഡിയയിലേക്ക് താങ്കൾക്ക് പറയണമെങ്കിൽ അത് പറയൂ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ആർക്കെന്തും പക്ഷേ അവരിപ്പോ ഞാൻ അറിഞ്ഞത് വെച്ച് അവരൊരു കേസ് നിങ്ങൾക്കെതിരെ ഫയൽ ചെയ്തിട്ടുള്ളതാണ്. എനിക്കറിയത്തില്ല. നിയമ നടപടി നടക്കട്ടെ. അല്ല, ഇതുവരെ പോലീസിൽ നിന്ന് എനിക്കറിയത്തില്ല, ആരും വിളിച്ചിട്ടില്ല എന്നെ. വിളിച്ചിട്ടില്ല. ഒരു കേസ് പോലീസിൽ കേസ് കൊടുത്തത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നെ ആരും പിടിച്ചിട്ടില്ല എന്നൊക്കെയാണ് രേണു പറയണത്. ചുമ്മാതെയാണ്. രേണുവിൻ്റെ ഫോണിലൊക്കെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് പോലീസുകാർ. പക്ഷെ അവരത് വന്നിരുന്ന് തുറന്ന് പറയാത്തതാണ്. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഈ ഒരു വിഷയം കോംപ്രമൈസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാര്യം അവരെ പറ്റിയിട്ട് പല സ്ഥലങ്ങളിലും പോയിട്ട് അനാവശ്യം പറഞ്ഞു, പിന്നെ സോഷ്യൽ മീഡിയയിൽ വഴി അനാവശ്യം പറഞ്ഞു എന്ന തരത്തിലൊക്കെയാണ് പറയണത്. അത് മാത്രമല്ല ഈ ഇൻ്റർവ്യൂവിനകത്ത് അവർ പേരെടുത്ത് തന്നെ പറയുന്നുണ്ട് വീണ എസ് പിള്ളയെന്ന്. സോ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തീർച്ചയായിട്ടും ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കൊടുക്കുക തന്നെ വേണം. അല്ലാതെ അവിടെയും ചെന്നിട്ട് ഉരുണ്ട് കളിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം ഇത്രയും നാൾ ഇവരെ അറിയത്തില്ല കേട്ടിട്ടില്ല എന്നൊക്കെ വന്ന് പബ്ലിക്കിനെ പൊട്ടന്മാരാക്കാനായിട്ട് നോക്കി. ഷെബിനെ, നമ്മളൊരു തെറ്റ് ചെയ്താൽ അത് തെറ്റാണെങ്കിൽ നമ്മൾ ഭയക്കും. മാനനഷ്ടത്തിനെതിരെയാണെന്നാണ് എൻ്റെ ഒരു എനിക്ക് കിട്ടിയ അല്ല, എന്ത് മാനനഷ്ടം? അതല്ല ഞാൻ അവരുടെ പേര് ഇത്രയും നമ്മൾ സംസാരിച്ചു. ഞാൻ അവരുടെ പേര് ഉച്ചരിച്ചോ? ഇല്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. എനിക്കതിന്റെ ആവശ്യമില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത് അപ്പം ആ സ്ത്രീ ഒരു പോലീസ് കേസ് കൊടുത്തതായിട്ട് ചേച്ചിക്ക് ഇതുവരെ ഒരു പോലീസിൽ നിന്ന് ഒരു അറിയിപ്പ് കിട്ടിയിട്ടില്ല? ഒരു അറിയിപ്പ് കിട്ടിയിട്ടില്ല ഷെബിനെ. ഉണ്ടെങ്കിൽ ഞാൻ പറയും, ഒരു സ്ത്രീ എനിക്കെതിരെ കേസ് അവരന്വേഷിക്കട്ടെ. അന്വേഷിച്ച് എന്നെ ജയിലിൽ അടയ്ക്കുന്നെങ്കിൽ അടയ്ക്കട്ടെ, മാനനഷ്ടമാണ് അടയ്ക്കട്ടെ. ഞാൻ എന്താണ് ഭയക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ 2-3 വർഷത്തിന് മുന്നേ ആയിരുന്നു ഈ വീണ ഇവർക്ക് മെസ്സഞ്ചറിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. അത് ഈ പറയുന്ന കൊല്ലം സുധിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവർ പറയണത്. കുണുകുണാന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്നും പിന്നെ പറഞ്ഞുകൊണ്ട് കിടന്നത് എനിക്ക് ഈ വ്യക്തി ആരാന്ന് അറിയത്തില്ല എന്നും ഞാൻ ആകെ എൻ്റെ സുധിച്ചേട്ടൻ രണ്ട് കല്യാണങ്ങൾ മാത്രമേ കഴിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നത്. എന്തായാലും രേഷ്മ പി തങ്കച്ചൻ്റെ ഓരോ കള്ളത്തരങ്ങൾ ഡേ ബൈ ഡേ ഇങ്ങനെ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഇതിനകത്ത് പുതിയ ക്യാരക്ടേഴ്സൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയം എന്തായി തീരുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് സോഷ്യൽ മീഡിയയിൽ സത്യം പറഞ്ഞാൽ ഇതൊരു ഇതിപ്പോൾ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് രേണു സുധിയുടെ വിവാദങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം ബിക്കോസ് ഇത് കാണാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. കുറേ പേര് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു വിഷയം മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പം വേറെ എന്തിട്ട് കഴിഞ്ഞാലും കാണാനായിട്ട് ആൾക്കാരില്ല. ഇത് കാണാനായിട്ടാണ് ഒരുപാട് പേരുണ്ട്. അതാണ് കാര്യം. ഇവരത്രത്തോളം നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അതിൻ്റെയൊക്കെ അതിൻ്റെയൊക്കെ ഒരു ദേഷ്യം അമർഷമൊക്കെയാണ് ആ ഒരു വ്യൂവർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ന് വരെ ഒരു ഇത് വന്നിട്ടില്ല. അങ്ങനെ ഒരു പോലീസിൽ നിന്നൊരു ഇല്ല ഷെബിനെ, ഇന്ന് വരെ വന്നിട്ടില്ല. നാളെ വന്നോന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, ആ വ്യക്തി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. 2016 ഈ സ്ത്രീ ഈ വീണ എന്ന് പറയുന്ന ആ ചേച്ചി സുധിച്ചേട്ടനുമായിട്ട് അകലുകയും 2018 നിങ്ങളുടെ വിവാഹം? 2017 നിങ്ങളുടെ വിവാഹം. അതിനു മുമ്പ് തന്നെ രേണു ചേച്ചിയുമായിട്ട് സുധിച്ചേട്ടന്റെ ബന്ധമുണ്ടെന്ന്. സുധിച്ചേട്ടനെ ഞാൻ കാണുന്നത് തന്നെ 2017 ഡിസംബർ മാസത്തിലാണ്. ആ ഒരൊറ്റ മാസം പോലും എടുത്തില്ല ഞങ്ങൾ സംസാരിക്കാനും കാണുന്നത്. എനിക്ക് സുധിച്ചേട്ടന്റെ നമ്പർ പറഞ്ഞതും പച്ചക്കള്ളം തന്നെയാണ്. ഇത് ഞാൻ പറയുന്നു, ഇത് പച്ചക്കള്ളവല്ല, അതിലപ്പുറം കള്ളമാണ്. അതിനു മുമ്പ് കള്ളമാണ്. ആ സ്ത്രീ പറഞ്ഞ ഇത് കള്ളം. അതായത് ഇവർ രണ്ടുപേരും തമ്മിൽ സെപ്പറേറ്റ് ആയ ശേഷമാണ് നിങ്ങൾ പരിചയപ്പെടുന്നത് അല്ലേ? പിന്നല്ലാതെ ഇവര് എന്തായാലും ബിഗ് ബോസ് തുടങ്ങുമ്പോഴത്തേക്ക് കണ്ടന്റിന് ക്ഷാമമൊന്നും കാണത്തില്ല. രേണുവിൻ്റെ കൂട്ടത്തിൽ വീണയും കൂടെ കയറ്റി വിടുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ കൂട്ടയടിയും കൂട്ടബഹളമായിരിക്കും. എനിക്ക് കാണാൻ നല്ല രസമായിരിക്കും. എന്തുവാടെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ. ഒരു മരിച്ചുപോയ ഒരു വ്യക്തിയെ പറ്റി വീണ്ടും ഇങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് പറയണത്. അതിന് നമ്മൾ എന്തോ പറയേണ്ടത്? മരിച്ചിട്ടും ആ ഒരു മനുഷ്യന് സ്വസ്ഥത കിട്ടുന്നില്ല എന്ന് ആലോചിക്കുമ്പോഴാണ് അതിലും വലിയൊരു കോമഡി. ആ ഒരു മനുഷ്യന് സത്യം പറഞ്ഞാൽ ആ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നപ്പം പോലും ഇത്രയും ആക്സെപ്റ്റൻസ് കിട്ടിയിട്ടില്ല. കാര്യം പുള്ളിയുടെ ഒരുപാട് ഇൻ്റർവ്യൂസ് ഒക്കെ ഉണ്ട്. കൊറോണ സമയത്തൊക്കെ ആരുടെയൊക്കെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചെന്നോ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കുറേ ഇൻ്റർവ്യൂസ് ഒക്കെ ഉണ്ട്. അതിനകത്ത് ആ പുള്ളി വളരെ വിഷമിച്ച് സങ്കടത്തോടിരിക്കുന്ന ഒരു സുധിയാണ് ഞാൻ കണ്ടത്. പക്ഷേ നേരെ മറിച്ച് കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ മരിച്ചുപോയി. ആ മനുഷ്യൻ്റെ ഫെയിം വെച്ചിട്ട് ഇവിടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്, ഇവിടെ എന്തൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നടക്കുന്നത്, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. സുധിച്ചേട്ടൻ ഞാൻ വന്നപ്പോ കിച്ചു ഉണ്ടല്ലോ, കിച്ചുവിന് 12-11 വയസ്സുള്ള കുട്ടിയല്ലേ. അവനും സുധിച്ചേട്ടനും ഒറ്റക്കുള്ളപ്പോഴല്ലേ ഞാൻ, അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഒരു ഭാര്യയുള്ള ഒരാളെ വീണ്ടും ഈ പ്രേക്ഷകർ ചിലപ്പോൾ ഒരു ചോദ്യം വരാം, ഷെബിനെ ഭാര്യയുള്ള ഒരാളെ ഞാൻ എന്തിനു കല്യാണം കഴിക്കണം? ഭാര്യ ഇല്ലാത്തതുകൊണ്ടല്ലേ എന്നെ കല്യാണം? 100%. അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ അവർ പറഞ്ഞ അലിഗേഷൻസിന് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടി ഇത്രയും നേരമായിട്ട് 2 പേരും ഞാൻ പറഞ്ഞിട്ടില്ല. ആ സ്ത്രീയോട് പെർമിഷൻ മേടിച്ചിട്ട് തന്നെയാണ്
പേര് ഞാൻ ഇവിടെ എനിക്കതിന്റെ പറഞ്ഞിട്ടുള്ളത്. ആവശ്യമില്ല. സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരാം പ്രേക്ഷകർ, എന്തിനാണ് ഇവരുടെ ലൈഫിലേക്ക് ഇങ്ങനെ ചകഞ്ഞ് ഞാൻ ചോദിക്കുന്നത്. പക്ഷെ അത് ചേച്ചി തന്നെ മനസ്സിലാക്കണം, ചേച്ചിക്ക് കൃത്യമായിട്ട് ക്ലാരിറ്റിയോട് കൂടി ഉത്തരം പറയാനുള്ള ഒരു അവസരമായിട്ട് തന്നെയാണ് ചേച്ചിക്ക് അറിയാമല്ലോ അത്. ചേച്ചിയോട് ഞാൻ ഓൾറെഡി ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. ഇവർ ഒരു ക്ലാരിറ്റി ഇല്ലാതെയാണ് ഓരോ ഉത്തരം കൊടുക്കുന്നത്. കാര്യം പുള്ളിക്കാരത്തേക്ക് പണ്ടുണ്ടായിരുന്ന എന്തോ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ഇവിടെ ചർച്ചയായിട്ടുണ്ടായിരുന്നു. മറ്റേ ഞാലിയൻകുഴി ബിനു എന്നങ്ങാണ്ട് പറയുന്നത്. അത് അവരുടെ ഇഷ്ടമാണ്, അവർ കല്യാണം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ആ ഒരു പേഴ്സണൽ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. പക്ഷേ പുള്ളിക്കാരത്തി അത് പബ്ലിക്കിൻ്റെ മുന്നിൽ പറയാൻ തയ്യാറാവാത്തതാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നമാക്കുന്നത്. കാര്യം ഓപ്പൺ ആയിട്ട് പറയുക, എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അതിനിപ്പോൾ എന്താണ് തെറ്റ്, ആ ഒരു റിലേഷൻ ബ്രേക്കായി. കാര്യം ഞങ്ങൾക്ക് തമ്മിൽ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റാത്തതിൻ്റെ സാഹചര്യം വന്നപ്പോൾ ആ ഒരു റിലേഷൻ ബ്രേക്കായി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു തെറ്റുമില്ല. കാര്യം ഇവിടെ ഒരുപാട് ആൾക്കാർ, എത്രയോ കല്യാണം കഴിച്ച ആൾക്കാരൊക്കെ നമ്മുടെ ഈ സമൂഹത്തുണ്ട്. അപ്പം രേണു വേറെ കല്യാണം കഴിച്ചെന്നും പറഞ്ഞൊന്നും ഇവിടെ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ കള്ളത്തരം പറയുന്നതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. പ്രത്യേകിച്ച് ഈ വീണയുടെയൊക്കെ കേസ്. ഇപ്പം സുധി 3 കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് തന്നെ വീണ എന്ന് പറയുന്നൊരു വ്യക്തി രംഗത്ത് വന്നപ്പോഴാണ് നമ്മൾക്കെല്ലാവർക്കും മനസ്സിലായത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ തുറന്നു പറയണം. രേണു വളർന്നിരുന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ തുറന്നു പറയണം, എനിക്ക് ഇവരെ അറിയായിരുന്നു, സുചേട്ടനുമായിട്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് എന്ന് മാത്രം പറയുക. അപ്പോൾ ഇതിനകത്ത് അല്ലാതെ ചുമ്മാ എനിക്ക് അവരെ അറിയത്തില്ല, അവരാരാണ്, ഞാൻ കണ്ടിട്ടേ ഇല്ല, ഞാൻ മെസ്സേജ് അയച്ചിട്ടേ ഇല്ല എന്നൊക്കെ വന്നിരുന്ന് കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വന്നിരുന്ന് പൊളിച്ചെടുക്കും. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. കാര്യം ഈ ഇടയായിട്ട് ഇവർ പറയുന്നത് മുഴുവൻ കള്ളത്തരമാണ്. കാര്യം ഈ ലാസ്റ്റ് ഇൻ്റർവ്യൂസ് എല്ലാം എടുത്ത് നോക്കിയാൽ മതി, ഓരോന്ന് എടുത്ത് വെച്ചിട്ട് സംസാരിക്കാനായിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഞാനൊന്നും അത് ചെയ്യാത്തതാണ്. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.